ആറന്മുള വള്ളസദ്യ, സകല വിരുന്നുകളുടെയും രാജാവ്. തിരുവോണത്തോണിയും അകമ്പടി പള്ളിയോടങ്ങളും ആറന്മുളയിലെ അതിമനോഹരമായ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ച. റിയാലിറ്റി റിവീൽസ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ആറന്മുള വള്ളസദ്യയുടെ വിശേഷങ്ങളും ആറന്മുള ക്ഷേത്രപുരാണവുമാണ്. കേരള സംസ്ഥാനത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള എന്ന അതിസുന്ദരമായ ഗ്രാമം. അവിടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വർഷാവർഷം തനതായി നടത്തിവരുന്ന ഒരു ആചാരമാണ് ആറന്മുള വള്ളസദ്യ. പമ്പ നദിക്കരയിലാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറെ പഴക്കമുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ക്ഷേത്രം. ചതുർബാഹുവായ വിഷ്ണു ഭഗവാന്റെ രൂപത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ വിഗ്രഹം. വിഗ്രഹപ്രതിഷ്ഠ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണെങ്കിലും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ്റെ തേരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സങ്കല്പമാണത്രേ. ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഐതിഹ്യം പറയുകയാണെങ്കിൽ വില്ലാളി വീരനായ അർജുനനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ഒരു ഐതിഹ്യമുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് ഗീതോപദേശത്തിനിടയിൽ അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുത്ത തൻ്റെ വിശ്വരൂപത്തിൻ്റെ നിലയിലാണ് ആറന്മുള ക്ഷേത്രത്തിലെ വിഗ്രഹമെന്നതാണ് വിശ്വാസം. യുദ്ധക്കളത്തിൽ നിരായുധനായ കർണനെ കൊന്നതിലുള്ള പാപഭാരം തീർക്കാനാണ് അർജുനൻ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന മറ്റൊരു ഐതിഹ്യവും നിലവിലുണ്ട്. ആദ്യം ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്നത് നിലയ്ക്കൽ എന്ന സ്ഥലത്തായിരുന്നുവെന്നും കാട്ടുപ്രദേശമായിരുന്ന ഈ സ്ഥലത്തേക്ക് ഭക്തരായ നാട്ടുകാർക്ക് എത്തിച്ചേരുന്നതിന് കാട്ടുമൃഗങ്ങളുടെ ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ആ പ്രദേശം ഉപേക്ഷിച്ചു പോയ നാട്ടുകാർ കാഞ്ഞിരപ്പള്ളിയിലേക്കും കടമ്പനാട്ടേക്കും താമസം മാറിയെന്നും പറയപ്പെടുന്നു. എന്നാൽ ചാക്കന്മാർ വിഗ്രഹം 6 മുളകൾ കൊണ്ട് കെട്ടിയ ചങ്ങാടത്തിന്മേൽ വെച്ച് നദിയിലൂടെ യാത്ര ചെയ്തു കൊണ്ടുവരുന്ന വഴിക്ക് ഒരു വിളക്കുമാടം കണ്ടുവെന്നും ആ വിളക്കുമാടം കണ്ട സ്ഥലത്ത് വിഗ്രഹം ഇറക്കി വെച്ചുവെന്നും പറയപ്പെടുന്നു. വിഗ്രഹം 6 മുളന്തണ്ടുകളിൽ മേൽ കൊണ്ടുവന്നതിനാലാണ് സ്ഥലത്തെ ആറന്മുള എന്ന് വിളിക്കുന്നതെന്നാണ് ഐതിഹ്യം. ആറന്മുളയിലെ പ്രതിഷ്ഠാ വിഗ്രഹത്തിന് 6 അടി ഉയരമുണ്ട്. കിഴക്കോട്ടാണ് ദർശനം. വൃത്താകൃതിയിലുള്ള ശ്രീകോവിലാണ് ക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിന് 4 ഗോപുരങ്ങളുണ്ട്. കിഴക്കേ ഗോപുരത്തിന് 18 പടികളാണുള്ളത്. 4 വശത്തും പ്രവേശന കവാടങ്ങളുണ്ട്. കവാടങ്ങളിലെ ഗോപുരങ്ങളിൽ 4 മലദൈവങ്ങൾ കാവൽ നിൽക്കുന്നു എന്നാണ് വിശ്വാസം. ഗണപതി, അയ്യപ്പൻ അഥവാ ധർമ്മശാസ്താവ്, ശിവൻ, ഭഗവതി, നാഗങ്ങൾ എന്നിവരാണ് ഉപദേവതകൾ. എല്ലാ വർഷവും ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് ആറന്മുള ക്ഷേത്രത്തിൽ നിന്നുമാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ക്ഷേത്രക്കടവിലെ മത്സ്യങ്ങൾക്ക് തേങ്ങ ചിരകിയതും അരിയും ചേർത്ത് ഭക്ഷണം നൽകുന്ന ഒരു വഴിപാടുണ്ട്. മറ്റൊന്ന് നടക്കൽ മഞ്ചാടിക്കുരു സമർപ്പിക്കുന്ന വഴിപാടാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലം മുതൽ ക്ഷേത്രത്തിൽ വൃശ്ചിക മാസം 1-ാം തീയതി മുതൽ ദശാവതാര ചാർത്ത് എന്നറിയപ്പെടുന്ന കളഭം ചാർത്ത് നടത്തുന്നു. ഓരോ ദിവസവും ഓരോ അവതാര രൂപത്തിൽ കളഭം ചാർത്ത് നടന്നു പോരുന്നു. മകരമാസത്തിലാണ് ആറന്മുള ക്ഷേത്രത്തിലെ ഉത്സവം. അത്തന്നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ അവസാനിക്കുന്ന 10 ദിവസത്തെ ചടങ്ങുകൾ പ്രധാനം 5-ാം നാൾ നടത്തുന്ന ഗരുഡവാഹനം എഴുന്നള്ളിപ്പാണ്. അന്നദാന പ്രഭുവാണ് ആറന്മുളേശ്വരൻ എന്നാണ് പറയപ്പെടുന്നത്. ഉച്ചപൂജയ്ക്കാണ് ആറന്മുള ക്ഷേത്രത്തിൽ പ്രാധാന്യം. സകല ദേവീദേവന്മാരും ആ സമയം ക്ഷേത്രത്തിൽ ഉണ്ടാവുമെന്നും ഈ സമയത്ത് ക്ഷേത്ര പരിസരത്ത് ഉണ്ടെങ്കിൽ പോലും എല്ലാവരുടെയും അനുഗ്രഹം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. ഉപ്പുമാങ്ങയും വഴുതനങ്ങ മെഴുക്കുപുരട്ടിയുമാണ് പ്രധാന നിവേദ്യം. ആറന്മുള ക്ഷേത്രത്തിലെ ദർശന സമയം പുലർച്ചെ 4 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയുമാണ്. അതിപ്രശസ്തമായ വള്ളസദ്യയുടെ വിശേഷങ്ങൾ കേൾക്കാം. കരയൊന്നൊന്നായി മാറി മാറി 52 കരകളിലെയും പള്ളിയോടങ്ങളിൽ വന്നിറങ്ങുന്ന പാർത്ഥസാരഥിക്ക് കരക്കാരായ ഭക്തർ നൽകുന്ന വഴിപാടാണ് വള്ളസദ്യ. 64 വിഭവങ്ങൾ ഈ സദ്യയിൽ വിളമ്പുന്നു. ഭക്തിയും വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയിലും നടത്തുന്ന ഈ വള്ളസദ്യ അതിമനോഹരമാണ്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കപ്പുറം കാട്ടൂർ എന്ന പ്രദേശത്ത് മങ്ങാട്ടുമനയിൽ മങ്ങാട്ട് ഭട്ടതിരി എല്ലാ വർഷവും തിരുവോണ നാളുകളിൽ ബാലകന്മാർക്ക് കാൽ കഴുകി ഭക്ഷണം സമർപ്പിക്കുന്ന കാൽ കഴുകിച്ചൂട്ട് എന്നൊരു സമ്പ്രദായം നടത്തിപ്പോന്നിരുന്നു.
എന്നാൽ ഒരു വർഷമാകട്ടെ ഒരു ബാലകൻ പോലും ഈ സൽക്കാരം സ്വീകരിക്കാൻ എത്തിയില്ല. ബാലകരെ കാത്തിരുന്ന വിഷണ്ണനായ ഭട്ടതിരിക്ക് മുന്നിലേക്ക് തേജസ്വിയായ ഒരു ബാലൻ കടന്നു വരികയും ഭക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. അതീവ സന്തോഷവാനായ ഭട്ടതിരി ബാലകനോട് അടുത്ത കൊല്ലവും വരണമേ എന്ന് പറഞ്ഞു. എന്നാൽ ആറന്മുളയിൽ താൻ ഉണ്ടാകുമെന്നും അങ്ങോട്ടേക്ക് സദ്യ കൊടുത്തുവിട്ടാൽ മതിയെന്ന് മറുപടി പറഞ്ഞ് ബാലകൻ അപ്രത്യക്ഷനായി. മങ്ങാട്ട് ഭട്ടതിരിയുടെ വിഷമം കണ്ട് ആറന്മുളേശ്വരൻ നേരിട്ട് വന്നതാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എല്ലാ കൊല്ലവും തിരുവോണനാളിൽ സകല വിഭവങ്ങളോടും കൂടിയുള്ള സദ്യയുമായി തിരുവോണത്തോണി തുഴഞ്ഞ് ആറന്മുള ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. എന്നാൽ പിൽക്കാലത്ത് തിരുവോണത്തോണിക്ക് കൊള്ളക്കാരും മറ്റും ഭീഷണിയാവുകയും ഇതേ തുടർന്ന് കരക്കാർ തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇങ്ങനെയാണത്രേ പള്ളിയോടങ്ങൾ അഥവാ ചുണ്ടൻ വള്ളങ്ങൾ തിരുവോണത്തോണിക്ക് അകമ്പടിയായി തീർന്നത്. ഇന്നും മങ്ങാട്ടില്ലത്തെ പ്രതിനിധി തിരുവോണനാളിൽ തിരുവോണത്തോണിയുമായി പള്ളിയോടങ്ങളുടെ അകമ്പടിയോടെ അതിരാവിലെ തന്നെ ആറന്മുള ക്ഷേത്രത്തിലെത്തുന്നു. ആചാരാനുഷ്ഠാനങ്ങളോടെയാണ് വള്ളസദ്യ നടത്തുന്നത്. വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. വള്ളസദ്യ വഴിപാട് നടത്തുന്ന ഭക്തർ അന്നേ ദിവസം രാവിലെ ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. 2 പറകളാണ് നിറയ്ക്കുന്നത്. ഒരു പറ ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും എന്നാണ് സങ്കല്പം. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും മേൽശാന്തി പൂജിച്ചു നൽകുന്ന മാലയും വെറ്റിലയും പുകയിലയുമായി കടവിലെത്തി അങ്ങ് പള്ളിയോടത്തെ യാത്രയാക്കുന്നു. കരനാഥന്മാർക്ക് വെറ്റില, പുകയില എന്നിവ കൊടുത്ത് വഴിപാട് നടത്തുന്നയാൾ കരമാർഗം ക്ഷേത്രത്തിലെത്തണം. രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം, ഭീഷ്മപർവം, രാമായണം, ഭഗവദ്ഗീത, നളചരിതം, സന്താനഗോപാലം, വെച്ചുപാട്ട് തുടങ്ങിയ വഞ്ചിപ്പാട്ടുകളാണ് ആറന്മുളയുടേതായ തനിമയിലും താളത്തിലും പള്ളിയോടങ്ങളിൽ ആലപിക്കുന്നത്. ക്ഷേത്രക്കടവിലേക്കടുക്കുന്ന കരക്കാരെ അഷ്ടമംഗല്യം, വിളക്ക്, താലപ്പൊലി, വായ്ക്കുരവ, വെടിക്കെട്ട്, മുത്തുക്കുട നാദസ്വരമേളത്തോടുകൂടി സ്വീകരിക്കുന്നു. സ്വീകരണശേഷം വള്ളത്തിൽ വന്നവരെ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചുവട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നു. അപ്പോഴും പാട്ടുകാർ വള്ളപ്പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. കൊടിമരച്ചുവട്ടിൽ പറയിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തി വള്ളത്തിൽ കൊണ്ടുവന്ന മുത്തുക്കുട പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ആട്ടുന്ന കാഴ്ച അതിമനോഹരമാണ്. ശേഷം മുത്തുക്കുട മടക്കി കൊടിമരച്ചുവട്ടിൽ നിറപറയുടെ അടുത്ത് വയ്ക്കുന്നു. കൂടെ വള്ളം തുഴയുന്ന തുഴ അഥവാ നയമ്പും ആറന്മുള തേവരുടെ നടക്കൽ വയ്ക്കുന്നു. അതിനുശേഷം വള്ളപ്പാട്ടും പാടിക്കൊണ്ട് വള്ളസദ്യ ഉണ്ണാൻ ഊട്ടുപുരയിലേക്ക് പോകും. വഴിപാടുകാരൻ്റെ കുടുംബക്കാരൊഴികെ എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ണാനിരിക്കുന്നത്. 64 ഇനം കറികൾ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് ആറന്മുള വള്ളസദ്യയിൽ വിളമ്പുന്നത്. വള്ളപ്പാട്ട് പാടിയാണ് വിഭവങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ഉണ്ട് കഴിയുന്നതുവരെ വളരെ ശ്രദ്ധയോടെ വിളമ്പിക്കൊണ്ടേയിരിക്കണം. ചോദിക്കുന്നതൊന്നും ഇല്ലെന്ന് പറയാൻ പാടില്ലത്രേ. ചേനപ്പാടി ചേകവൻ്റെ പാളത്തൈര് കൊണ്ടുവന്ന് പാരിയിലേഴും ഭഗവാന് കൊണ്ടു വിളമ്പ്. വള്ളസദ്യയ്ക്ക് ആവശ്യമായ പാളത്തൈര് കോട്ടയം ജില്ലയിലെ ചേനപ്പാടിയിൽ നിന്നുമാണ് ഇന്നും എത്തിക്കുന്നത്. സദ്യയ്ക്ക് ശേഷം വീണ്ടും കൊടിമരച്ചുവട്ടിൽ വന്ന് ഭഗവാനെ നമസ്കരിച്ച ശേഷം അവിടെ നിറച്ചു വച്ചിരിക്കുന്ന പറ മറിക്കും. ഇതിനെ പറ തളിക്കുക എന്നാണ് പറയുന്നത്. പള്ളിയോടക്കാർ ദക്ഷിണ വാങ്ങി വഴിപാടുകാരെ അനുഗ്രഹിക്കും. അഷ്ടമംഗല്യവും വിളക്കും നൽകി വീണ്ടും ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വടക്കേ ഗോപുരത്തിലൂടെ വള്ളക്കടവിലേക്കെത്തി വള്ളത്തിൽ കയറി വഞ്ചിപ്പാട്ട് പാടി വന്നതുപോലെ തന്നെ കരക്കാർ തിരിച്ചു പോകുന്നു. കരക്കാരെ അഥവാ വള്ളക്കാരെ യാത്രയാക്കിയ ശേഷം മാത്രമാണ് വള്ളസദ്യ വഴിപാട് നടത്തിയ വീട്ടുകാർ സദ്യ കഴിക്കുന്നത്. അതോടുകൂടി വള്ളസദ്യ ചടങ്ങുകൾ അവസാനിക്കുന്നു. ഏറെ പ്രശസ്തമായ ആറന്മുള വള്ളസദ്യയും ആറന്മുള ക്ഷേത്രപുരാണവും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സംഗതിയുമായി എത്തും വരേക്കും നന്ദി.